തെരുവ് പട്ടികയുടെ ആക്രമണം മൂലം വാഹനങ്ങൾ ആക്സിഡന്റ് ഉണ്ടാവുകയും പരിക്ക് പറ്റുകയും അകാരണത്താൽ മരിച്ചു പോവുകയും ചെയ്യുന്ന മനുഷ്യ ജീവിതത്തിന്റെ കഥ. അങ്ങനെ ഒരു കൊച്ചു കഥയാണ് ഞാനിവിടെ മോണോ വാക്കിലൂടെ അവതരിപ്പിക്കാൻ പോകുന്നത്. മീനുട്ടി, മീനുട്ടി, നീ എവിടെ പോയിട്ടില്ലേ കുട്ടി? ശാന്തേച്ചി, മീനുട്ടി ഉണ്ട് ഇവിടെ. നീ വിഷമിക്കേണ്ട രേണു, അവളിവിടെ അമ്മയോട് കളിച്ചോണ്ടിരിക്കുക. അല്ല രേണു, നീ കുളിമുറിയിൽ തന്നെ വീണെന്ന് മീനുട്ടി പറഞ്ഞല്ലോ. കാലിപ്പ എങ്ങനെയുണ്ട്? ഹോസ്പിറ്റലിൽ പോയിരുന്നു ശാന്തേച്ചി, നല്ല നേരുണ്ട്. അധികം ദൂരം നടക്കണ്ടെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. മോളെ മീനുട്ടി, ഒന്ന് വേഗം വാട്ടോ. അമ്മേ, ഞാൻ ഇപ്പൊ വരാ. അമ്മു ചേച്ചി കളിക്കുന്ന കണ്ടപ്പോ ഞാൻ ഓടി വന്നതാ. മീനുട്ടി, മീനുട്ടി. അമ്മേ, ദേ അച്ഛൻ വന്നു. അച്ഛൻ നേരത്തെയാ. ഇന്ന് കുറച്ച് നേരത്തെ അമ്മയ്ക്ക് വയ്യാത്തതല്ലേ? നീ അമ്മയെ സഹായിച്ചോ മീനുട്ടി? ഞാനിന്ന് അടിച്ചു വാരാനും പാത്രം കഴുകാനും ഒക്കെ സഹായിച്ചു. ഇനി ഞാൻ വലുതാവുമ്പോ ഡോക്ടറായി എല്ലാരെയും സഹായിക്കും. മിടുക്കി കുട്ടി, അച്ഛനെ പൊന്നു പോലെ തന്നെ. ട്ടോ, നാട്ടില് കുത്തിരിപ്പ് പട്ടികളുടെ ആക്രമണം. ഈ കാലം വെച്ച് ഞാനെന്നെ കുട്ടിയെ സ്കൂളിലേക്കാ. നീ വിഷമിക്കണ്ടോ? അവൾക്ക് കൂട്ടിന് അമ്മുകുട്ടിയില്ലേ? നീ വിഷമിക്കണ്ടട്ടാ. അമ്മേ, അമ്മച്ചി വന്നു. ഞങ്ങൾ എപ്പോ വരട്ടാ സ്കൂളിൽ പോയിട്ട്? ശരി മക്കളെ, മോളെ അമ്മുകുട്ടി സൂക്ഷിച്ചു പോണോട്ടാ. അമ്മച്ചി, ദൂരെ പട്ടികൾ കൊട്ട ശബ്ദം പേടിയാണോ അമ്മച്ചി? എന്തിനാ വിഷമിക്കുന്നത് മീനാട്ടി? അമ്മക്കുട്ടിയിലെ പട്ടികൾ ഓടി വന്ന നമുക്ക് എത്ര വീട്ടിലെത്താൻ കേട്ടോ. അയ്യോ മോളെ, നീ മോളെ ശരിയാ മോളെ. പട്ടികൾ നമ്മൾ നോക്കി ഓടിയാണ്. ഡോക്ടറെ,